വലിയ ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 100-ന് മുകളിൽ സീറ്റ് എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും. തീർച്ചയായിട്ടും ഇന്നലെ കണ്ടത് ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കേരളത്തിൽ UDF അനുകൂലമായിട്ടുള്ളൊരു തരംഗം ദൃശ്യമാണ് എന്നുള്ളത്. അപ്പം കഴിഞ്ഞ 10-14 ദിവസത്തിനിടയിൽ എല്ലാ ജില്ലകളിലും തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ നിരവധിയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തപ്പോൾ തന്നെ പ്രതീതി ഉണ്ടായിരുന്നു, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ UDF അനുകൂലമായിട്ടുള്ളൊരു തരംഗമുണ്ടെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇന്നലത്തെ പോളിംഗ് ഡേയിൽ കണ്ടത് ആ ഒരു വിശ്വാസം കവച്ചു വെക്കുന്ന റെസ്പോൺസാണ് വോട്ടർമാരിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഞാൻ ഇന്നലെ മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടും സംസാരിക്കുകയുണ്ടായി. ഫീൽഡിലുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പതിവ് രീതി വിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാണിച്ച ആവേശം തീർച്ചയായിട്ടും UDF അനുകൂലമായിട്ടുള്ള വലിയൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. മഹാഭൂരിപക്ഷത്തോടെ UDF വരും. പലയിടത്തും CPM BJP ബന്ധം പല തവണയായിട്ട് പ്രചാരണത്തിൻ്റെ ഘട്ടങ്ങളിലെല്ലാം തന്നെ ആവർത്തിക്കപ്പെട്ടതാണ്. ഇപ്പോൾ പോളിംഗിന് ശേഷം അതിനെ മറികടക്കാനായി എന്നുള്ളതാണ് പാർട്ടിയുടെ. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ ആർക്കും വിഡ്ഢികളാക്കാൻ പറ്റില്ല. അവിഹിത കൂട്ടുകെട്ട് നടത്തി പണം വാരി എറിഞ്ഞ് അങ്ങനെയൊന്നും കേരളത്തിലെ ഇലക്ഷൻ നേടിയെടുക്കാൻ കഴിയില്ല. അത് BJP ഇപ്രാവശ്യം മനസ്സിലാക്കും, CPM മനസ്സിലാക്കും. അവരുടെ ആ നയമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാകുന്ന കാരണങ്ങളിൽ ഒന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു. ഇന്നലെ കണ്ടില്ല, ചിറ്റൂരിലൊരു സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയില്ല പരസ്യമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതെങ്ങനെ സംഭവിക്കുന്നത്? LDF സ്ഥാനാർത്ഥി അല്ല, BJP സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ അങ്ങനെ ഒരുക്കിയതുകൊണ്ടല്ലേ അതങ്ങനെ പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അവർക്ക് തിരിച്ചടിയാവുന്ന കാരണങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇപ്പോൾ നിയമത്തടക്കം BJP പണമൊഴുക്കി എന്നൊരു ആരോപണം നിയമത്തല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ പുതിയൊരു വാചകമായിട്ട് വന്നിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് അവർ, സീറ്റുകളുടെ ക്ലാസിഫിക്കേഷൻ. A കാറ്റഗറി സീറ്റ്. ഈ A കാറ്റഗറി സീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് മണി ഡിസ്ട്രിബ്യൂഷൻ സീറ്റാണ് അവർക്ക് സംബന്ധിച്ചിടത്തോളം. ഇന്നലെ പാലക്കാട് നിങ്ങളെ കണ്ടത് എന്താണ്? സത്യത്തിൽ എനിക്കറിയില്ല, ഇത്രയേറെ നഗ്നമായിട്ടുള്ള ഇലക്ഷൻ അഴിമതി, എന്നിട്ട് വോട്ടർമാർക്ക് നേരിട്ട് പണം വിതരണം ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ വിഷ്വൽസ് ഇല്ലേ, അത് ആർക്കെങ്കിലും മറച്ചു പിടിക്കാൻ പറ്റുമോ? വോട്ടർമാർക്ക് നേരിട്ട് പണം വിതരണം ചെയ്യുക. കിറ്റ് എത്രയിടത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു? ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സാധാരണക്കാരനായ ഒരു ധൈര്യമുള്ള കോൺഗ്രസ് പ്രവർത്തകൻ അല്ലെങ്കിൽ UDF പ്രവർത്തകൻ അതിനകത്ത് ധൈര്യം കാണിച്ച് ക്യാമറയിൽ പകർത്തിയുമുണ്ട്. ഇല്ലാത്ത എത്ര സ്ഥലത്ത് നടന്നിട്ടുണ്ട്. വ്യാപകമായി പണം ഒഴുക്കിയിട്ട് അതുപോലുള്ള മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കി വോട്ട് പിടിക്കാനായിരുന്നു ശ്രമം. ഒരു ഭാഗത്ത് അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ട്, മറുഭാഗത്ത് ഭാഗത്ത് പണം. ഇത് രണ്ടിനെയും അതിജീവിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ വോട്ടർമാരുടെ അന്തസ്സുയർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉണ്ടാകുമ്പോൾ. കണ്ണൂരിലല്ലേ? കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ അക്രമം. ഇപ്പോൾ സന്ദീപ് വാര്യർ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. കാരണം മിക്കവാറും ബൂത്തുകളിലെ ഏജൻറ്റുമാരെയും മറ്റുള്ളവരെ അടിച്ചിട്ട് പുറത്തിറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പത്രങ്ങളിലൊക്കെ ഉണ്ടല്ലോ അത്. ഞാൻ നേരത്തെ ആരോപിച്ചതാണ്. അവരാരെങ്കിലും നോട്ടീസ് അയച്ചു. ആ നോട്ടീസിന് ഞാൻ മറുപടി അയച്ചിട്ടുണ്ട്. കൃത്യമായിട്ടും കള്ളവോട്ട് ഇവിടെ നടത്താൻ ശ്രമം നടത്തി. കള്ളവോട്ട് നടത്താനുള്ള പരിപാടി അവർക്കുണ്ടായിരുന്നു. അതിനെ എതിർക്കുന്നവരെയൊക്കെ തന്നെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മർദ്ദനം നടന്നത് ഏകപക്ഷീയമാണ്. കോൺഗ്രസ്സുകാർ കണ്ണൂരിൽ CPM മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ വാർത്തയാണ്. ഇതിനകത്തൊന്നും ആത്മവിശ്വാസം 4-ാം തീയതി വരെ ആർക്കും പ്രകടിപ്പിക്കാമല്ലോ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ തോൽക്കുമെന്ന് പറയുമോ? അതങ്ങനെ പറയാൻ പറ്റുന്നു? നമ്മൾ മനസ്സിലാക്കണ്ടേ. പക്ഷേ നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നല്ല അവിടെ റിപ്പോർട്ട് ചെയ്തത് ഗ്രൗണ്ട് റിയാലിറ്റി, ഇന്നലെ ഉണ്ടായ റിയാലിറ്റി ഒക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു സംശയത്തിനിടവേളയില്ല. ഞങ്ങളും ഇക്കാര്യത്തിലൊക്കെ തന്നെ പഴയ കാലത്തെ ഇലക്ഷൻ സങ്കല്പത്തിലൂടെ അല്ലല്ലോ ഈ ഇലക്ഷൻ ഞങ്ങൾ നേരിട്ടത് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടച്ചോടുകൂടി തന്നെയായിരുന്നു. കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും ആ അജണ്ടയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല. ഞങ്ങൾ മുന്നോട്ട് വെച്ച അജണ്ടയിൽ തന്നെ ഉറച്ചു നിന്ന് അത് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായപ്പോഴൊന്നും അതൊന്നും ഇല്ലാതെ ആ ഒറ്റ നെറേറ്റീവിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ്. വയനാട് അവസാന ഘട്ടത്തിൽ
LDF വയനാട് ഇഷ്യൂ അതൊക്കെ അവർ സ്വയം അപഹാസ്യരായി എന്നല്ലാതെ അത് നമുക്കറിയാലോ, കാണുമ്പോൾ തന്നെ അറിയാലോ, അത് അവർക്കെതിരെ വന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെ മറച്ചു പിടിക്കാൻ അവർ എന്തെങ്കിലുമൊക്കെ തന്നെ അവാസ്തവമായ കാര്യങ്ങൾ പറയാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നെറേറ്റീവ് എന്തായിരുന്നു? ഈ തെരഞ്ഞെടുപ്പിൻ്റെ നെറേറ്റീവ് തന്നതിൽ ഒരു പ്രധാനപ്പെട്ട നെറേറ്റീവ് തന്നത് LDF തന്നെയാണ്, പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘകായ ചിത്രം വച്ചിട്ട് അല്ലാതെ മറ്റാരുണ്ട്? ഈ ചോദ്യമാണ് കേരളത്തിലുണ്ടായത്. അല്ലാതെ മറ്റാരുണ്ട്? കേരളത്തിൽ എത്ര നീ ഹോർഡിങ് തട്ടിയിട്ട് നടക്കാൻ പോലും പറ്റില്ലായിരുന്നല്ലോ. ഇത് മുകളിലായതുകൊണ്ട് കാൽ തട്ടിയെന്നല്ല ഞാൻ പറയുന്നത്. എത്ര അർത്ഥത്തിൽ അത് ഗുണമായി, അതൊക്കെ ഗുണമായി. ആ ഓവർ പബ്ലിസിറ്റി അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഗുണമായി. ഇതിനകത്ത് പിന്നെ ഞങ്ങളുടെ ഗ്യാരണ്ടികൾ, കൃത്യമായിട്ടുള്ള ഗ്യാരണ്ടികൾ, വെറും നെഗറ്റീവ് പൊളിറ്റിക്സ് മാത്രമല്ല. ഈ ഇലക്ഷൻ ഞങ്ങൾ വളരെ കരുതലോടിട്ട് തന്നെയാണ്. വെറും നെഗറ്റീവ് പൊളിറ്റിക്സ് മാത്രമല്ല കേരളത്തിന് മുമ്പിൽ വെച്ചത്, പോസിറ്റീവായിട്ടുള്ള ഞങ്ങൾ വന്നാൽ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ജനം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഇന്നലത്തെ ഫലങ്ങൾ. ഇന്ന് സ്ത്രീകളുടെ പോളിംഗ് ശതമാനം വർദ്ധിച്ചാലും ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം.